ആര് കയറി അലമ്പുണ്ടാക്കി എന്ന് പറഞ്ഞ് അവന്റെ പേര് കേസ് കൊടുക്കാനുള്ള ബുദ്ധി നീ എനിക്ക് പറഞ്ഞു തരണ്ട. എനിക്ക് അവനെ പൂട്ടേണ്ടത് ഇതുപോലൊരു ചീള് കേസിലല്ല. നീയൊക്കെ കൂടി തന്തയ്ക്ക് ലാഭം ഉണ്ടാക്കാൻ പോയിട്ട് നഷ്ടം എത്രയെന്നറിയോടാ? ആ ബാറിന് പഴയ പോലെ ആക്കണമെങ്കിൽ ലക്ഷങ്ങൾ ഇറക്കണം. എടാ, നിന്നെയൊക്കെ കൊണ്ട് 10 പൈസ ഉപകാരം ഉണ്ടോ എനിക്ക്? എന്റെ മോൻ ഇനി ഒരു കാര്യം ചെയ്യണം. എന്തെങ്കിലുമൊക്കെ തിന്നും കുടിച്ചും എവിടെങ്കിലുമൊക്കെ കറങ്ങി നടന്നു. ഞങ്ങളായിട്ടുണ്ടാക്കിയതൊക്കെ ഞങ്ങൾ തന്നെ തീർത്തോളാം. ഒന്ന് പറഞ്ഞ തന്റെ ചെറുക്കൻ ഭാഗ്യവാനാ. ആ ബാറ് കിടക്കണ കിടപ്പ് കണ്ട പെറ്റ തള്ള സഹിക്കൂല. താനൊന്നും മിണ്ടാതിരിക്കുക ചാക്കോ. എന്തൊക്കെയായിരുന്നു മണി ലെൻഡറിങ് ആക്ട്, ഓപ്പറേഷൻ ഷൈലോക്ക്, എന്നിട്ട് എന്തു പിന്നാക്കാ നടന്നത്? ഇത് പഴയ കാലം അല്ല. സാറിനെതിരെ ഭയങ്കര മീഡിയ അറ്റൻഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് ഇവിടുന്ന് പോയ CA ഐസക് ഇപ്പൊ എന്തിയേ? ഗുണ്ടായിസോ നിയമം കൊണ്ട് ഇവിടെ ഒരുത്തിനും അവന്റെ ഒരു മുടിയും പറിക്കാൻ പറ്റില്ല. പുറത്തുനിന്ന് ആളെ ഇറക്കി അങ്ങ് തീർക്കാൻ പോവാ. അതിനി എത്ര ചെലവായാലും എനിക്കൊരു കുഴപ്പമില്ല. പുറത്തുനിന്ന് ആളെ ഇറക്കുക, കാശ് കൊടുത്ത് ആളെ തീർക്കുക, ഇമാതിരി ചെലപ്പൊക്കെ നിന്നെ പഠിപ്പിച്ചത് ആരാന്ന് ഓർത്തിട്ട് മതി എന്നോടിങ്ങനെ ചിലക്കാൻ. കള്ളനും പോലീസും ഒരുമിച്ച് കളിച്ചിട്ട് ദേ മോൻ അടികൊണ്ട് വന്നതുപോലെ തന്തയും അടികൊണ്ട് നാറിപ്പിരിഞ്ഞു വരും. ഇനി കളിക്കലില്ല ചാക്കോ, കളിപ്പിക്കലേ ഉള്ളൂ. നമ്മൾ പിടിച്ചാൽ പിടികിട്ടാത്ത ശത്രുവിനെ എന്താ ചെയ്യാന്നറിയോ? നമ്മൾ അവന്റെ മാളത്തിൽ കയറണം. എന്നിട്ട് ആ മാളത്തിലിട്ട് തന്നെ അവനെ ശ്വാസം മുട്ടിച്ച് ഇങ്ങനെ ഒരുപാട് നാവാടിയ ഇതുപോലെ പെടഞ്ഞു പെടഞ്ഞു തീരും. Aditya, we have a dirty plan. ബോസിനോട് ഇതിൻ്റെ നടുക്കൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ കുളിച്ചോണ്ടടിക്കാം. കുളി നടക്കും, അടി നടക്കും. താല്പര്യമില്ലേ? വേണ്ട. ഒരു പ്രൊഡ്യൂസറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ? നന്നായി അങ്ങോട്ട് മുരിഞ്ഞോട്ടെ, ഇല്ലേ ബോസ് മുരിക്കും. അതോ ഞാൻ പറഞ്ഞു. ഇതെന്താ ബോസേ, തിമിക്കലോ? ഇത് തിമിംഗലത്തിനെ വിഴുങ്ങുന്നൈറ്റാ പ്രതാപവർമ്മ. ബോസിനെ നിർത്തി പൊരിക്കാൻ പോവുക അല്ല ബോസേ. പാവം വർമ്മ 3 പീസായി. പ്രതാപവർമ്മ ഇന്നൊരു പുതിയ പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവന്റെ കാശില്ലാഞ്ഞിട്ടല്ല, അവൻ നമ്മുടെ കാശ് തരാനുള്ള പരിപാടിയില്ലെന്ന് മാത്രമല്ല, അവനും കമ്മീഷൻ കൂടി നമുക്കിട്ടൊരു മുട്ടം പണി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അറിയാം. എന്ത് പണി? ഓന്റെ അടുത്ത പടത്തിന്റെ ലൊക്കേഷനിൽ മാസിൽ എൻ്റർ ചെയ്യുന്നു, 2 പഞ്ച് ഡയലോഗ് ഡയറക്ടറിന് പൊക്കി കൊണ്ട് പോരുന്നു. ഇത് ഇവന്മാരുടെ ആദ്യത്തെ പരിപാടിയൊന്നുമല്ല. മുമ്പും പല ഫിനാൻഷ്യൽസിനെയും ഇവന്മാർ പറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കാശ് ചോദിച്ചു വന്നപ്പോൾ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ എന്തായി? നിങ്ങളുടെ കാശും പോയി, ഞാൻ കേസിലും പറഞ്ഞു. ബ്രേക്കിംഗ് ന്യൂസ്. മകന്റെ തിരോധാനം. നിർമ്മാതാവ് പരാതിയുമായി പോലീസിനെ സമീപിച്ചു. പ്രശസ്ത നിർമ്മാതാവ് പ്രതാപവർമ്മയുടെ മകൻ ആദിത്യവർമ്മയെ കാണാനില്ല എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ പ്രതാപവർമ്മ പരാതി നൽകി. 3 വർഷമായിട്ട് അവൻ ഓസ്ട്രേലിയ പഠിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അവൻ നാട്ടിലേക്ക് വന്നത്. ഇന്നലെ രാവിലെ അവൻ പുറത്തോട്ട് പോയതാ. പിന്നെ ഈ നേരം വരെയും ഒരു വിവരമില്ല. സർ, ചെറുപ്പക്കാരനായ ഒരു പയ്യനെ രാത്രി കാണാതാവുമ്പോഴേക്കും ഇത്ര പേടി തോന്നാനുള്ള കാരണം, അതും ഒരു പോലീസ് കേസ് കൊടുക്കാൻ മാത്രം. ഒരു സിനിമയുടെ പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കും കുടുംബത്തിനും വധഭീഷണി ഉണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് എൻ്റെ മോനെ അവൻ്റെ കൂട്ടുകാരനെയും കുറച്ചുപേര് ഒരു ഹോട്ടലിൽ വെച്ച് മർദ്ദിച്ചായിരുന്നു. അതിൻ്റെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാവുന്ന സമയത്താണ് മോൻ മിസ്സിംഗ് ആവുന്നത്. കുറച്ച് പൈസ കൊടുക്കാനുള്ളതിൻ്റെ പേരിൽ എന്നെ എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കും എന്നായിരുന്നു അവരുടെ ഭീഷണി. അതുകൊണ്ടാണ് എൻ്റെ മോനെ കാണാതെ ഇപ്പോൾ ഒരു പേടി. വളരെ നാളുകൾക്ക് ശേഷം കൊച്ചിയിൽ വീണ്ടും ബ്ലേഡ് മാഫിയ തലപൊക്കിയിരിക്കുന്നു. ഇത്തവണ ഒരു സിനിമാ നിർമ്മാതാവാണ് അവരുടെ പിടിയിൽപ്പെട്ടിരിക്കുന്നത്. പണിക്കരെ, താൻ പറഞ്ഞ പണി വന്നു. ഇത് നമുക്കൊരു ഗപ്പിനുള്ള പണിയാണ്. നിങ്ങളിവിടെ നിൽക്ക, ഞാനൊന്ന് പോയി കറങ്ങി. ഞാൻ വരണോ? വേണ്ട. എന്ത് പണി? ഇങ്ങോട്ട്. 3 വർഷമായിട്ട് അവൻ ഓസ്ട്രേലിയ പഠിക്കുകയായിരുന്നു. 2 ദിവസം മുമ്പ് എൻ്റെ മോനെ അവൻ്റെ കൂട്ടുകാരനെയും കുറച്ചുപേര് ഒരു ഹോട്ടലിൽ വെച്ച് മർദ്ദിച്ചായിരുന്നു. അതിൻ്റെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാവുന്ന സമയത്താണ് മോൻ മിസ്സിംഗ് ആവുന്നത്.
മതിയാക്കടോ, നിർത്ത്. നിങ്ങളുടെയൊക്കെ വാക്കേട്ട് ഞാൻ എൻ്റെ മോനെ കൊണ്ട് കൊലയ്ക്ക് കൊടുത്ത്. ഞാൻ ഉണ്ടാക്കിയതൊക്കെ അനുഭവിക്കേണ്ടവനാടോ താഴെ പൊതച്ചു മുടിക്കിടക്കുന്നേ. നമ്മൾ ഒന്നിച്ച് കളിച്ച കളിയിൽ ഇപ്പൊ ചോര വീണ് നിന്റെ വീട്ടിലാണെങ്കിലും നഷ്ടം നമ്മുടെ രണ്ടുപേരുടെയാ. എന്റെ മോൾ ഇപ്പോഴും നോർമലായിട്ടില്ല. ഇതെനിക്ക് മാത്രമായിട്ടുള്ളൊരു പണിയല്ല സാറേ, നമുക്കെല്ലാവർക്കും കൂടെ ഉള്ളൊരു പണിയുടെ തുടക്കമാണ്. അവൻ ലാസ്റ്റ് എന്നോട് പറഞ്ഞ ആ ഡയലോഗ് അതവൻ്റെ അല്ല, സാറ് മുമ്പ് ആരോടോ എപ്പോഴോ പറഞ്ഞൊരു ഡയലോഗാ. നമ്മളെന്നോ ചെയ്തു വെച്ചതിൻ്റെ വാല് പിടിച്ചു വന്നവനവൻ. ഇയാളുണ്ടെങ്കിൽ നിങ്ങളുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഉണ്ടെങ്കിൽ ഞാനുണ്ട്, അവനുണ്ട്. ഇനിയിപ്പോൾ എന്തിൻ്റെ ബാക്കി ചോദിച്ചു വന്നവനാണെങ്കിലും അവനിനി രണ്ടു കാലം കുത്തി നടക്കരുത്. നമ്മൾ കരഞ്ഞ പോലെ അവനും കരയണം സാറേ. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവനെ ചെയ്യണം. അവന് അമ്മയും പെങ്ങളും ഭാര്യയൊന്നുമില്ല. ഇല്ലെങ്കിൽ അടുത്ത സിനിമയിലെ ഡയലോഗും പറഞ്ഞുകൊണ്ട് അവൻ വരും. പണിയാണ്. നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺഔട്ട് ആവുന്നത് എന്ത് കഷ്ടമാണ്. അത് നിങ്ങളുടെയോ നിങ്ങളുടെ പങ്കാളികളുടെയോ പിഴവ് കൊണ്ടാവാം. എൻ്റെ മകൻ മരിച്ചത് ആക്സിഡന്റിലല്ലെന്ന് എനിക്കറിയാം. പക്ഷെ അത് തെളിയിക്കാൻ ഒരു നിയമത്തിന്റെ പുറകെ ഞാൻ പോയില്ല. നിന്നെ എനിക്ക് വേണം ബോസേ. അത് ശരി. അപ്പൊ ഇതുവരെ ആർക്കും കഥ മനസ്സിലായിട്ടില്ല അല്ലേ? ബട്ട് വൈ? ഇത്രയും പോലീസുകാരും സിനിമാക്കാരും ഉണ്ടായിട്ടും എന്റെ ഫ്ലാഷ് ബാക്ക് എന്താണെന്ന് ആരും അന്വേഷിച്ചില്ല അല്ലേ? ബട്ട് വൈ 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 വൈ? നമ്മൾ തമ്മിലുള്ള കണക്കെണ്ണി തീർക്കുമ്പോ തന്റെ മകന്റെ നമ്പറിൽ നിന്ന് തുടങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ടാ ഇത് ഇത്രയും ലാഗ് അടുപ്പിച്ചത്. അവൻ വെറും ഇന്റർവെൽ പഞ്ച്. നിനക്കൊക്കെ ഈ പടം തീരുന്നതുവരെ സീനുണ്ട്. പോട്ടെ സാറേ. ബോസേ, എന്താ അവിടെ നടക്കുന്നത്? ബോസ് അവിടെ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? എന്ത്? ബോസിന്റെ കൈ കൊണ്ടാണ് ആ ചെക്കൻ തീർന്നത്. നീ വണ്ടി വിടറാ. കാശ് തരാത്തതിന്റെ പേരിൽ ഒരാളെ കൊല്ലുക നിങ്ങൾക്കതിന് സാധിക്കുമോ? അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ ആദ്യം കൊല്ലേണ്ടിയിരുന്നത് എന്നെയല്ലേ? എന്തോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. താൻ വിശ്വസിക്കണ്ട. വണ്ടി വിടറാ. அழாம விஷயத்த சொல்லு. என்னாச்சு? அப்படி என்னதான் ஆயிடுச்சு இப்படி ஆடுறதுக்கு? நான் வந்துட்டேன். வண்டி ஏடுறான். ஒன்றும் ஆகாது உனக்கு. எனக்கு தெரியும், நாம எல்லா கணக்கையும் முடிக்கிற வரைக்கும் நீ சாக மாட்டேன். சாகக்கூடாது. பாருங்க,
കുടിച്ചിട്ടെ. ഉണ്ണാതെ. എന്താ ഇതൊക്കെ? ഞാൻ നിങ്ങളെ കാണാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. അന്നോട്ട് ഇന്നവരെ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് പോലും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഈ കണ്ണ് നിറയണമെങ്കിൽ നിങ്ങളാരാണെന്ന് എനിക്കറിയണ്ട. ഇത്രയും വർഷം ഞങ്ങളെപ്പോലും അറിയിക്കാതെ നിങ്ങൾ കൊണ്ടുവരുന്ന ഈ രഹസ്യം, ഈ കിടക്കുന്നത് ആരാണെന്ന് അറിയണം.